ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും കേരള ബ്രദേഴ്സിലേക്ക് സ്വാഗതം. നമ്മുടെ മൈക്കിന് എന്തോ പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്നും നമ്മുടെ വോയിസ് കിട്ടുന്നില്ല. ഞാനും നാസിയും കൂടെ തകർത്ത് നിന്ന് നമ്മുടെ മാക്രിമടയിൽ നിന്നും സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ സ്ഥലം. നമ്മളെന്നാലും ഒന്നും കൂടെ പറയാം. ഇത് നമ്മുടെ ആണെങ്കിൽ ചാരുമൂട് നിന്നും കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴത്തേക്ക്, അതായത് നമ്മൾ കോട്ടയം പോകുന്ന റൂട്ട് വരുമ്പോഴത്തേക്കുള്ള ഒരു സ്ഥലമാണ്. മാക്രിമട ബണ്ടെന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഞാൻ നാസി ഇന്നിവിടെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഇതിൻ്റെ ഷോർട്സും വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ ഭ്രാന്ത് കയറി ഞങ്ങൾ വന്നതാണ്. ഇഷ്ടംപോലെ വെള്ളമൊക്കെ ഉണ്ടെന്നാണ് അതിൽ കാണിച്ചിരുന്നത്. പക്ഷേ വന്നപ്പോൾ വെള്ളമൊന്നുമില്ല. എങ്കിലും അടിപൊളി സ്ഥലം, ഒരു രക്ഷയില്ല കേട്ടോ. ഞാനും നാസിയും കൂടി ഇതിനെക്കുറിച്ച് അവിടെ നിന്നുകൊണ്ട് ഭയങ്കരമായിട്ട് അങ്ങ് വർണ്ണിച്ച് തകർക്കുകയാണ്. പക്ഷേ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വോയിസും ഇതിനകത്ത് കിട്ടിയിട്ടില്ല. ഇവിടെ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇരുന്നപ്പോഴാണ് ഇതിൽ സൗണ്ടില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നത്. എന്തായാലും കളയാൻ പറ്റില്ലല്ലോ. ഇത്രയും കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ഇല്ലേ, ഇത്രയും തകർത്ത് നിന്ന് അവിടെ നിന്ന് സംസാരിക്കില്ലേ. അതായത് ആ സ്ഥലത്തെക്കുറിച്ച് ഞങ്ങൾ അങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്കിലും ശരി തന്നെ നമ്മൾ തളർന്നു കൊടുക്കില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം ഇത്രയും മനോഹരമായുള്ളൊരു വോയിസ് ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലാത്ത സ്ഥലം. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സാധാരണ നാസിക്ക് അങ്ങനെ ഈ കാണാൻ പോകുന്ന സ്ഥലങ്ങളൊന്നും അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. എന്നെ ഇങ്ങനെ കുറ്റങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പം മോൻ്റെ രീതിയൊക്കെ മാറി. നല്ല അടിപൊളി സ്ഥലം, കിണ്ണങ്കാച്ചി സ്ഥലം, ഒരു രക്ഷയില്ല. നിങ്ങൾ ലൈഫിൽ ഒരു വട്ടമെങ്കിലും ഇവിടെ വരണം കേട്ടോ. അങ്ങനെ കണ്ടിരിക്കേണ്ട മസ്റ്റ് സ്ഥലം എന്ന് ഞാൻ പറയില്ല. പക്ഷെ കുറച്ച് നേരം നമുക്കാണെങ്കിൽ എൻജോയ് ചെയ്യാനും ഫോട്ടോസൊക്കെ എടുക്കാനും കുറച്ച് നേരം നമ്മളെ തന്നെ ഒന്ന് ഫ്രീ ബേഡായിട്ട് വിടാനും ഒക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഇവിടുത്തെ ഞങ്ങൾ ഏകദേശം ഒരു 3:30 ആയപ്പോഴത്തേക്ക് 5-5:30 വരെ നല്ല വെയിലായിരുന്നു. പക്ഷെ ഒരു 6 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സൺസെറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരു രക്ഷയില്ലായിരുന്നു. അവിടുത്തെ ആ ഒരു രീതി തന്നെ മാറി. പിന്നെ ഇത്രയും നല്ല വെയിലും ഉണക്കുവാണെങ്കിൽ പോലും നല്ല പച്ചപ്പും കാര്യങ്ങളുണ്ട്. എന്നെ ഇട്ട് കളിയാക്കുന്ന സീനാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന സീനാണ്. എൻ്റെ ഭാഗ്യം, കഴിഞ്ഞ പ്രാവശ്യവും എന്നെ കളിയാക്കിയപ്പം അവൻ്റെ വോയിസ് എനിക്ക് കിട്ടിയില്ല. ഈ പ്രാവശ്യം അതുപോലെ തന്നെ എന്നെ നന്നായിട്ടിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന കണക്കൊന്നുമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ കളിയാക്കുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിന് വോയിസ് കിട്ടിയില്ല. അതിൽ ഞാൻ രക്ഷപ്പെട്ടു എന്തായാലും. അല്ലെങ്കിൽ നിങ്ങളും കൂടെ കേട്ടൻ ഈ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ പറഞ്ഞു വന്നത്, നല്ല സ്ഥലം കേട്ടോ. നല്ല ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും എല്ലാത്തിനും പറ്റിയ, നമ്മുടെ ഈ ബ്രൈഡ് ഷൂട്ടൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ പറ്റിയ സ്ഥലം. അടിപൊളി സ്ഥലം. അതുകൊണ്ട് എനിക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇങ്ങനെ ഒന്ന് നടക്കാനായിട്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തുള്ള സ്ഥലങ്ങളൊക്കെ. എനിക്ക് കൂടുതൽ ഈ കുന്നും മലയും വയലുകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഓരോ മലകൾ കയറാൻ പോകുന്നത്. ഞാൻ നാസിയൊക്കെ സെറ്റ് സ്ഥലമാണ്. അങ്ങനെ ഞാനാണെങ്കിൽ നമ്മുടെ നടക്കാൻ മടിയുള്ള നാസിനെ കുറേ നേരമായിട്ട് നടത്തിച്ചോണ്ടിരിക്കുക. എനിക്ക് മടി. എന്താ തിന്നിട്ട് വീർപ്പിന്റെ അസുഖമുള്ളതുകൊണ്ട് ജോലിക്കുമായിരിക്കുന്നത്. ഇനി നീ കൂടെ പറയടാ, നാട്ടുകാർ പറയുന്നുണ്ട്, നീ കൂടെ പറ. എടാ വരമ്പടാ, നമുക്ക് വരമ്പിൽ കൂടെ നടക്കാം. കുഴപ്പമൊന്നുമില്ല, കുറേ നാളായി വരമ്പിൽ കൂടെ നടന്നിട്ട്. വേണ്ട നമുക്ക് രണ്ടുപേർ കൂടെ വരമ്പിൽ കൂടെ നടക്കാം. വീഴത്തില്ല, അതാണ്ട് അത്യാവശ്യം വീതിയുള്ള വരമ്പാ. ഞാൻ കുളിച്ച് വൃത്തിയായിട്ടാ വന്നത്. 2 ദിവസം കൂടുമ്പോ എടാ നല്ല വീതിയുള്ള വരമ്പടാ. അടിപൊളി വീതിയുള്ള വരമ്പ്. സെറ്റ് പ്രണമിച്ചില്ല. മാന്യമായ ഭാഷകൾ ഉപയോഗിക്കണം. നമ്മളിതാ വരമ്പിൽ കൂടെ നടക്കുവാണ്. നടക്കത്തില്ല എന്ന് പറഞ്ഞ നാസിയെ നമ്മൾ നടത്തിച്ചു. എടാ സ്റ്റിക്ക് ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല. വീണ് കഴിഞ്ഞാലേ എടാ സ്റ്റിക്ക് വേണോടാ. സ്റ്റിക്ക് വേണം, ശരിയാവത്തില്ല. എന്നെ കിട്ടുന്നില്ല. എനിക്ക് നടക്കാനും പറ്റുന്നില്ല. എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരുക. എൻ്റെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വരുന്നത്. ഞങ്ങളുടെ വീടിനടുത്ത് പണ്ട് ഇതുപോലെ വയലായിരുന്നേ. അപ്പോൾ ഇതുപോലെ നടക്കുമായിരുന്നു പണ്ട്. എന്നിട്ട് തോർത്തുണ്ടല്ലോ, തോർത്തിനകത്ത് ഞങ്ങളിങ്ങനെ തോട്ടിൽ പോയിട്ട് മീൻ കോരുമായിരുന്നു. എടാ ഇവിടെയൊക്കെ ചെളിയാടാ, ഇവിടെ നിന്ന് അങ്ങോട്ട് വെച്ചിട്ട് പാടാ. ചടി എന്താ ബാടാ. അല്ലടാ ഇങ്ങോട്ട് വാടാ. ഇവിടെ ചെറിയതാ, ഇങ്ങോട്ട് വരാം. ഇത് ഇച്ചിരി ഉള്ളു. വാ
ബാ. എനിക്കെന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഓഫ് സെറ്റ്. എടാ ഇവിടെ വെച്ച് ഫോട്ടോ എടുത്താടാ എൻ്റെ. എടാ എൻ്റെ ഒരൊറ്റ നല്ല ഫോട്ടോ ഇല്ല കേട്ടാ. പോടാ. ഓക്കെ, നമ്മളിപ്പോൾ വയലിൻ്റെ നടുക്ക് വന്ന്, ഒത്ത നടുക്ക് നോക്കിയേ. അപ്പൊ എന്റെ ഫോട്ടോ എടുക്കാൻ അങ്ങനെ എൻ്റെ അമ്മ തള്ളിയിടുന്നോടാ പട്ടി. പിടിച്ചു നിർത്തിയതാ. അങ്ങനെ നമ്മൾ നമ്മുടെ മാക്രിമടയിൽ നിന്നും പോവുകയാണ്. നമ്മുടെ യാത്ര പറയുന്നു നമ്മൾ. അതെ നമ്മൾ നമ്മുടെ കാഴ്ചകളൊക്കെ കണ്ടു, നമ്മൾ അടിച്ചു പൊളിച്ചു, എൻജോയ് ചെയ്തു. ഇനി നേരെ പോവാ ഒരു അൽഫാം വാങ്ങി നിനക്ക് കഴിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. വയറ് കീറിയാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ബിനുവിനെ തവളച്ചാട്ടം മാക്രിമടയിൽ വന്നിട്ട് എങ്ങനെയാണ് ഇനി അവൻ്റെ തവളച്ചാട്ടം. ഓ അവന് പിന്നെ കോലിന്റെ കാലായതുകൊണ്ട് കുഴപ്പമില്ല. അവനങ്ങോട്ട് നീട്ടി വെച്ചാൽ മതി, നമുക്കത് പറ്റത്തില്ലല്ലോ. എന്നെ ഇനി ഒരടിയും കൂടെ അടിച്ച് നിവർത്തിയാലേ ഞാൻ ആസിഡ് അത്രേ ആവത്തുള്ളൂ. വേണ്ട അമ്മേ. അപ്പോൾ സെറ്റ് സ്ഥലം, പോളി സ്ഥലം, ഒരു രക്ഷയില്ല. അതെ ഫോട്ടോ വീഡിയോ ഒക്കെ റീൽസ് ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം. അവിടെ റോഡിലൊക്കെ ഇഷ്ടംപോലെ പേര് എടുക്കുന്നുണ്ട്. നമ്മുടെ ശാസ്താംകോട്ട, ഭരണിക്കാവ്, ശൂരനാട്, ചക്കുവള്ളി ഈ ഭാഗത്തുള്ളവർക്കൊക്കെ എളുപ്പത്തിൽ വരാൻ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ വരുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കാം, ഇവിടെ ഐസ്ക്രീം വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തിരക്കുള്ള സമയത്തായിരുന്നു. പക്ഷെ മഴ ഈ വെള്ളമൊക്കെ ഡാം ഇങ്ങനെ ബണ്ടിനകത്ത് വെള്ളം കെട്ടിയിരിക്കുവായിരുന്നു. ഇവിടെ വെള്ളം ഭയങ്കരമായിട്ട് കിട്ടുന്ന സ്ഥലം കേട്ടോ. പക്ഷെ നമ്മൾ വന്നപ്പോൾ വെള്ളമില്ലെന്നേ ഉള്ളൂ, നല്ല രീതിയിൽ വെള്ളമാണ്. നമ്മൾ ആ വീഡിയോക്കകത്ത് നല്ല രീതിയിൽ വെള്ളം കെട്ടി കിടക്കുന്ന കണ്ടായിരുന്നു. ഞാൻ അന്നേരം ഈ വഴിയൊന്നും കണ്ടില്ല കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം ഈ വഴിയൊക്കെ ഞങ്ങൾ കാണുന്നത്. നമ്മൾ വെള്ളമുള്ള സമയത്ത് വീഡിയോ കണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. പൊതുവേ നമ്മൾ വെള്ളമില്ലാത്ത സമയത്ത് നമുക്ക് വെള്ളമില്ല. അതുപോലെ തന്നെ ഈ മുങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മള് വെള്ളം കാണാൻ പോയാൽ വെള്ളമില്ല, സ്ഥലം കാണാൻ പോയാൽ മഴ. ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. ഞങ്ങള് ഇല്ലിക്കക്കല്ലി പോയപ്പം അളിഞ്ഞ മഴ, മൂന്നാർ പോയപ്പോഴും അതുപോലെ അളിഞ്ഞ മഴ. മൂന്നാർ മഴയാന്ന് അറിഞ്ഞുകൊണ്ട് പോയതാ, പക്ഷെ പോയോണ്ട് പ്രയോജനം ഉണ്ടായി. കോടലും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ സെറ്റ്. മഞ്ഞ് കാണാൻ പറ്റി, മഞ്ഞിൽ ഇങ്ങനെ തണുത്ത് വിറച്ചിരിക്കാൻ പറ്റി ഞങ്ങൾക്ക്. ഇപ്പൊ പക്ഷെ മൂന്നാറില് മഞ്ഞൊന്നും ഇല്ലെന്ന് പറയുന്നത്. എന്നാൽ ജനുവരി ലാസ്റ്റ് ജനുവരി 3 പോയവരൊക്കെ പറയുന്നത് അവിടെ ഒന്നും ഇല്ലെന്ന് പറയുന്നത്. മഞ്ഞ് അതിന് മുമ്പൊക്കെ ഉണ്ടായിരുന്നു, മഞ്ഞുണ്ടായിരുന്നു. സാധാരണ ജനുവരി ഫെബ്രുവരിയിലാണ് അവിടുത്തെ സീസൺ പറയുന്നത്. പക്ഷെ ജനുവരി 3 പോയവർ പറയുന്നത് അവിടെ ഒന്നും ഇല്ലായിരുന്നു. വലിയ തണുപ്പും ക്ലൈമറ്റും ഒന്നും ഇവിടുത്തെ കൂട്ടൊക്കെ ഉള്ളായിരുന്നു പറഞ്ഞത് പോയവർ. അപ്പോൾ എന്തായാലും ഞങ്ങൾ നമ്മുടെ മാക്രിമടയിൽ നിന്നും യാത്ര പറയുകയാണ്. ഞങ്ങൾ വന്ന് കണ്ടതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ സ്ഥലങ്ങൾ. സാധാരണ നമ്മൾ പറയുന്നതാണ്, നല്ലതാണ് നല്ലതെന്ന് പറയും, ചീത്തയാണ് ചീത്തയെന്നും പറയും. നമുക്ക് അത്യാവശ്യം ഒരു ദിവസം വൈകിട്ട് ഇങ്ങോട്ടൊക്കെ ഇറങ്ങാൻ, അടുത്തുള്ളവർക്ക് നല്ല അടിപൊളി എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. പിന്നെ വരുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്, ഇത് കണ്ടില്ലേ, ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കൊണ്ടിടാതിരിക്കുക. ഇവിടെ എല്ലാം അങ്ങനത്തെ വളരെ ബുദ്ധിമുട്ടാവുന്ന ഒരു വിഷയം കേട്ടോ. ഇവിടെ കൂടുതൽ അങ്ങനത്തെ വേസ്റ്റുകളുണ്ട്. നമ്മൾ ഇട്ടിട്ട് പോയാൽ വരുന്നവർക്കും അതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഇടാതിരിക്കുന്നുണ്ട്. അതേപോലെ വരുന്നവർ അതിന് ശ്രമിക്കുക. അതിനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, അതിനപ്പുറം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും കൂട്ടുകാരെ, ബൈ ബൈ.